രാവിലത്തെ കാപ്പിക്കെല്ലാം ഉണ്ടോ? ഇതാ ദോശയുണ്ട്. എന്നാ അങ്ങോട്ട് പോയി ചൂട്. അതിനൊക്കെ ചുട്ടാൻ പറ്റുന്നില്ലേ? അയ്യോടി, എനിക്ക് അതിനെ കുറച്ച് പണിയുണ്ട്. കണ്ടില്ലേ അമ്മയുടെ ഫേസിലെ എക്സ്പ്രഷൻസ് ഒക്കെ പോകുന്നത്? എല്ലാ അമ്മമാരെയും പോലെ തന്നെ ഇവിടെ തമ്മിൽ രാവിലെ എഴുന്നേറ്റുടനെ മുട്ടൊക്കെ തൂത്തുവാരി തുടച്ച് കഴുകി പിന്നെ കുളിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ. അപ്പോഴത്തേക്കും 10 മണിയാവും, ഞാൻ അപ്പോഴത്തേക്ക് എഴുന്നേക്കത്തുള്ളൂ. അപ്പോൾ ഉണ്ടാക്കി തരില്ല എന്നൊക്കെ പറഞ്ഞാലും ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറുമാണ്. മീനിന്റെ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിലും അത് വൃത്തിയാക്കുന്നതാണെങ്കിലും ഇന്ന് ഞാൻ തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. അമ്മ ചെയ്തു തരത്തില്ലെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. വെറുതെ നിൽക്കുന്ന സമയം കൊണ്ട് ആ ദോശയൊന്ന് തിരിച്ചിട്ട് അമ്മ പറഞ്ഞു. കേട്ടപാരി കേൾക്കാത്തപാരി ചെയ്യാൻ പോയതാണ്. പക്ഷെ ദോശയുടെ പ്രശ്നമാണോ എന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. സംഭവിച്ചത് ഇതാണ് കേട്ടോ. ഒരു ദോശ തിരിക്കാൻ പോയതാ എന്റെ പൊന്ന. ആ തീയൊന്നും കൂട്ടാൻ താമസമൊന്നും ഇത് പഠിക്കണം. മീനൊന്നും ഞാൻ തൊടത്തില്ല, എനിക്ക് നോയമ്പാ. വേണമെങ്കിൽ തന്നത്തെ മീൻ കട്ട് ചെയ്ത് എന്നാന്ന് വെച്ചാൽ ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് ഞാൻ മീൻ ക്ലീൻ ആക്കേണ്ടി വരും എന്ന് പറഞ്ഞതിന്റെ കാര്യം. അമ്മ വ്രതത്തിലാണ്, ഇനി കുറച്ച് ദിവസം അങ്ങോട്ട് വ്രതത്തിലാണ്. അപ്പൊ ഞാൻ മാത്രമേ ഇവിടെ നോൺ വെജ് കഴിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ ദോശ ഉണ്ടാക്കി ഇതാ നല്ലൊരു ചട്നി ഉണ്ടാക്കി തന്നു. അപ്പൊ ഡ്രസ്സിന്റെ ലിങ്ക് ഞങ്ങൾ മുകളിൽ കൊടുത്തിരിക്കും. തീർച്ചയായിട്ടും മീൻ കഴിയുന്നതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഗൈസ്. ടാറ്റാ.